UAE SKSSF നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഷുഹൈബ് തങ്ങൾ പ്രഭാഷണം നടത്തുന്നു. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സമാദരണീയനായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുൽ ഖാദർ ഫൈലി, ഈ വേദിയെ ധന്യരാക്കിയിട്ടുള്ള സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ, സയ്യിദ് അബ്ദുറഹിമാൻ തങ്ങൾ, ഹബീബ് തങ്ങൾ, ജാബിർ തങ്ങൾ, ഷൗക്കത്ത് അലി ഹുദവി, ഐദർ ഉദവി, ഷറഫുദ്ദീൻ ഉദവി, മൻസൂർ മൂപ്പൻ, അഡ്വക്കേറ്റ് ഷറഫുദ്ദീൻ തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും SKSSFിൻ്റെയും സമുന്നതരായ നേതാക്കളെ, ഈ സദസ്സിനെ ധന്യരാക്കിയിട്ടുള്ള അഭിവന്ദരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, അള്ളാഹു ഈ സായാഹ്നം നമുക്ക് ദീനിൻ്റെ മാർഗത്തിൽ പ്രബോധന വീതിയിൽ ഒരു നല്ല ചരിത്രം സമർപ്പിക്കുന്നതിന് സായാഹ്നമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇസ്സത്തോടുകൂടി ദൈവന് സേവനം ചെയ്യാനുള്ള ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നമുക്കും നമ്മെ നയിക്കുന്ന നേതാക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും ജീവിച്ചിരിക്കുന്ന ഒരു കാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മലയാളി സമൂഹം ഏറെ ആശങ്കയിലും കരുതലോടുകൂടി കഴിയുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മുടെ കേരളീയ ചുറ്റുപാടിൽ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന മഴ പ്രയാസകരമായ രീതിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നൽകി കടന്നുപോയി. ഒരുപാട് സഹോദരങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി. അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഷഹീദിൻ്റെ ദറജ നൽകട്ടെ. മറ്റൊരു മേഖലകളിൽ സങ്കീർണവും പ്രയാസകരവുമാകുന്ന ഒരുപാട് പശ്ചാത്തലങ്ങൾ വിശ്വാസ മേഖലകളിലും അനുഷ്ഠാന ആധ്യാത്മിക മേഖലകളിലുമൊക്കെ പഴയകാല ഇസ്ലാമിക പ്രബോധന മേഖലകളെ അനുസ്മരിപ്പിക്കും വിധം സംജാതമായി കൊണ്ടിരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ, വളരെ അസ്തിത്വത്തോടെ ആ പ്രബോധന മേഖലകളിൽ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ വ്യതിചലനങ്ങൾക്കോ വ്യതിചലനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കോ ഒരവസരം പോലും നൽകാതെ വളരെ പ്രതാപത്തോടുകൂടി എടുത്ത നിലപാടുകളിൽ മാറ്റങ്ങൾ വരുത്താതെ കണിശമായ നിർദ്ദേശങ്ങളും നേതൃപരമായ പങ്കും വഹിച്ചുകൊണ്ട് 100 ആണ്ട് തികയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ചെറിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാകുന്ന SKSSF അതിൻ്റെ പ്രവാസ ലോകത്തെ വളരെ ധന്യമായ സമർപ്പിത മേഖലയാകുന്ന ദുബൈ സോൺ, അതിൻ്റെ പ്രസിദ്ധീകരണം, അതിൻ്റെ ശബ്ദം ഗൾഫ് സത്യധാരയുടെ പേരിൽ ഈ വേദി ഒരുങ്ങുമ്പോൾ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്ന സാഹചര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം പിന്നിടുമ്പോൾ, 100ാമത്തെ ആണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വേള നാം കടന്നു ചെല്ലേണ്ടത് അറബിക് കോളേജുകളും യൂണിവേഴ്സിറ്റികളും സംവിധാനങ്ങൾ ലോകത്തിന്റെ മുന്നിൽ കേരളീയ മോഡൽ സമർപ്പിച്ച് ഇന്നൊരു അസ്തിത്വത്തിലേക്ക് നമ്മുടെ മുന്നിൽ വരുമ്പോ ലോകം വളർന്നു, ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വളർന്നു, പ്രബോധന മേഖലകൾ വളർന്നു. അവിടങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ് ഘടകങ്ങളും അതിന്റെ ഒരുപാട് സംവിധാനങ്ങളിലൂടെ കടന്നു വന്ന പ്രബോധന പ്രവർത്തനങ്ങൾ ഇന്ന് അനിവാര്യമാകുന്ന മേഖലകളിൽ നമ്മുടെ മുന്നിൽ പ്രബോധനത്തിന്റെ മേഖല മാത്രമല്ല പ്രതിരോധത്തിനുള്ള ആയുധമായി കടന്നു വരുന്ന സംജാതമാണ്.
നമുക്കറിയാം, പ്രവാസ ലോകത്ത് കേരളത്തിന് പുറത്ത് സമസ്തയുടെ എന്ന ശബ്ദം ആ ഒരു ജിഹയായി നമുക്കാദ്യമായി കൊണ്ടുവരാൻ സാധിച്ചത് UAE നിന്നുള്ള സത്യധാരയുടെ ഗൾഫ് എഡിഷനാണ്. ഇന്ന് അത് 11 വർഷം പിന്നിടുകയാണ്. 10 വർഷം പൂർത്തീകരിച്ചു. അഭിമാനത്തോടെ പ്രവാസ ലോകത്തെ അഹ്ലുസുന്നത്തിനെ വിശ്വസിക്കുന്ന, സമസ്തയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും പറയാൻ കഴിയും, ഓരോ വൈതരണികളിലും ഓരോ പ്രതിസന്ധികളിലും മഹാമാരിയുടെ ഘട്ടങ്ങളിൽ പോലും പതറാതെ തളരാതെ ഒരു ലക്കം പോലും മുടങ്ങാതെ ജനങ്ങളിലേക്ക് പ്രബോധനത്തിന്റെ വഴിയിലെത്തിക്കാൻ സത്യധാരയുടെ ഗൾഫ് എഡിഷന്റെ ശബ്ദത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. 10 വർഷം പിന്നിടുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രം അതിന്റെ 10ാം വാർഷികത്തില് പ്രവാസ ലോകത്തിന് ഇന്ന് 8ാമത്തെ എഡിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് മാധ്യമ ലോകത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ കേരളക്കരയിൽ 7 എഡിഷനുകൾ വളർന്നതുപോലെ പ്രവാസ ലോകത്തും സുപ്രഭാതത്തിനും നമുക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ഷാർജയിൽ വെച്ച് നടന്ന ഒരു പത്രം, തുറന്നു പറയാലോ, മാതൃഭൂമി പത്രം, അവരുടെ ഒരു പ്രോപ്പർട്ടി ഷോ നടത്തിയപ്പോൾ പറഞ്ഞു, സുപ്രഭാതത്തിൽ ഒരു പരസ്യം നൽകണം. ഒരു മാധ്യമവും മറ്റൊരു മാധ്യമത്തിന്റെ പരസ്യത്തിന് ചോദിക്കാറില്ല. ചെറിയ കാലം കൊണ്ട് പ്രവാസ ലോകത്തെ മലയാളി സമൂഹത്തിനിടയിൽ ഇത്രയേറെ സ്വാധീനം നേടിയിട്ടുള്ള ഒരു മലയാള പത്രമുണ്ടെങ്കിൽ മലയാളികളുടെ മുന്നിൽ ഈ സന്ദേശം, ഈ പരസ്യം എത്തണമെങ്കിൽ അത് സുപ്രഭാതത്തിലൂടെ സാധിക്കുകയുള്ളൂ എന്ന് മാതൃഭൂമി പത്രത്തിന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രബോധന രീതിയിൽ ഇവിടെ ഇന്നലകളിൽ തുടങ്ങി വെച്ച ഈ സത്യധാരയുടെ സെഷനിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും, സത്യധാര 11 വർഷം കോവിഡ് പശ്ചാത്തലത്തിലും അതുപോലുള്ള പല പ്രയാസഘട്ടങ്ങളിലും പലരും മാധ്യമരംഗത്ത് നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരികയോ തിരിച്ചു വരാൻ സാധിക്കാത്ത പ്രതിസന്ധികളിലേക്ക് അകപ്പെടുകയുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹിനുദ്ദേശിച്ച് മഹാരഥന്മാരായ സൂഫിയാക്കളുടെ, ആലിമീങ്ങളുടെ, ഉമറാക്കളുടെ കഠിന പരിശ്രമം കൊണ്ട്, സാദാത്യങ്ങളുടെ അനുഗ്രഹം കൊണ്ട് സത്യധാര മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് വിജയിച്ചിട്ട് ഈ വർഷം ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പരിശ്രമം, നിങ്ങളുടെ കഠിനാധ്വാനം, വിയർപ്പൊഴുക്കുന്ന തൊഴിൽ കഴിഞ്ഞ് വിശ്രമത്തിന്റെ വേളയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് നിൽക്കാതെ സമുദായത്തിന്റെ പ്രബോധനത്തിന്റെ വഴിത്താരയിൽ തന്നാൽ അർപ്പിക്കുന്ന ചെയ്യാൻ സാധിക്കുന്ന പരിശ്രമം നടത്തിയ UAE SKSSF പ്രവർത്തകർ, വിക്കായുടെ വളണ്ടിയർമാർ, അതുപോലെ നമുക്ക് ആശീർവാദം നൽകിയ, നമുക്ക് പിന്തുണ നൽകിയ, പ്രോത്സാഹനം നൽകിയ സുന്നി സെന്ററിന്റെ, ഇസ്ലാമിക് സെന്ററിന്റെ, അതുപോലുള്ള സുന്നി കൗൺസിലിന്റെ നേതാക്കൾ, അവരുടെ കീഴിൽ നമുക്ക് നിന്നുകൊണ്ട് ഈ അസ്തിത്വത്തിന് വേണ്ടി, ഈ സത്വത്തിന്റെ ജിഹ്വയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വൈതരണികളിൽ, ഏതെല്ലാം മേഖലകളിൽ, എന്തൊക്കെ പ്രവർത്തനങ്ങളുമായി ആര് കടന്നു വന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സംവിധാനവും പരാജയപ്പെടുകയില്ല എന്ന് തെളിയിക്കുകയാണ്. നമുക്ക് ബാധ്യത വർദ്ധിക്കുകയാണ്, നമുക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. പ്രബോധന രംഗത്ത് ഒരുപാട് വൈതരണികളുമായി കടന്നു വരും. ഹക്കിന്റെ പാത, സത്യത്തിന്റെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാത, അത് സമൂഹത്തിന് മുന്നിലേക്ക് സമർപ്പിക്കാൻ നമ്മുടെ മുന്നിലുള്ള മാസികയല്ല, പത്രമല്ല, നമ്മുടെ മുന്നിലുള്ളത് ആയുധമാണ്. ഈ ആയുധം പ്രതിരോധിക്കാൻ, ഈ ശക്തികളെ, ദൈഹികളെയും ശിഥിലീകരണ ശക്തികളെയും പ്രതിരോധിക്കാൻ, ഈ ആയുധം മുറുകെ പിടിക്കാൻ, ഇതിന് ശക്തി പകരാൻ നമുക്ക് സാധ്യമാകണം എന്ന് എന്റെ പ്രിയപ്പെട്ട SKSSF പ്രവർത്തകരോട്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഈ വേളയിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെയും എതിർക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താനല്ല, ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാനല്ല. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ ആശയം, ഈ സന്ദേശം സമൂഹത്തിൽ നിലനിർത്താൻ പ്രവാസ ലോകത്ത് നമ്മുടെ കയ്യിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെയും പ്രീണിപ്പെടുത്താതെ, ആരെയും പ്രതിരോധിക്കാതെ, ആരെയും തടയാതെ, ആർക്കും എതിർ നിൽക്കാതെ എല്ലാവർക്കും സത്യത്തിന്റെ മാർഗത്തിലേക്ക് വഴി തുറക്കാൻ നമ്മുടെ സത്യധാരയും അതുപോലെ തന്നെ സുപ്രഭാതവും ഉപയോഗിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വേദിയിൽ എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിങ്ങൾ നൽകിയ അവസരത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് UAE നാഷണൽ SKSF കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം പ്രയാസങ്ങളുമായി കടപിടിക്കുമ്പോൾ മാധ്യമ മേഖലകളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നതല്ല നമ്മുടെ പ്രവർത്തനം. ഇന്ന് 10-12 ദിവസങ്ങളായി വയനാടിന്റെ മണ്ണിൽ പലരും മീഡിയകളുടെ മുന്നിൽ ഇറങ്ങി നിന്നപ്പോൾ
ഇന്നും അവസാന ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ മൃതശരീരമുണ്ടെങ്കിൽ അത് കണ്ടെടുക്കുന്നത് വരെ, നമ്മുടെ സഹോദരന്റെ മയ്യത്ത് കണ്ടെടുത്ത് അത് സംസ്കരിക്കുന്നത് വരെ അത് നമുക്ക് വിഷമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമിടുന്ന വിക്കായുടെ വളണ്ടിയർമാർ ആരെയും പ്രീതിപ്പെടുത്താനല്ല, ആരെയും സന്തോഷിപ്പിക്കാനല്ല. കഴിഞ്ഞ ദിവസം ഷഹീദ് തങ്ങളുടെ കൂടെ ഞങ്ങളെ വയനാടിന്റെ ആ മലമടക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കാണുന്നതിനേക്കാളെ ഏറെ നമുക്ക് സന്തോഷവും അഭിമാനവും പ്രയാസവും തോന്നിയ വേള നമ്മുടെ പ്രിയപ്പെട്ട വിക്കായുടെ വളണ്ടിയർമാർ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നു. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും മീസാനിൽ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുന്ന, നാളെ മാശറയിൽ അറശിന്റെ തണൽ ലഭിക്കുന്ന പ്രവർത്തനങ്ങളായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം, അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് സഹായിക്കാൻ, അവർക്ക് പിന്തുണ നൽകാൻ നമുക്ക് സാധിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ പുനരധിവാസത്തിന്റെ പദ്ധതികൾ, അത്തരം കാര്യങ്ങളിലൊക്കെ അവരോടൊപ്പം നിന്ന് സഹായിക്കാൻ, പ്രവാസ ലോകത്തു നിന്ന് കടന്നു ചെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരോടൊപ്പം കൈകോർക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സംഗമത്തിന് ആശംസയർപ്പിക്കുന്നു UAE SKSSF നാഷണൽ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഷറഫുദ്ദീൻ ഹുദവി. സാദരം